നമസ്കാരം. എന്തിനാണ് വെപ്രാളപ്പെടുന്നത്? പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണ്. കോടതിക്ക് മുന്നിൽ വരട്ടെ, പത്മകുമാറിനെ ശിക്ഷിക്കുന്നതിൽ ശിക്ഷിക്കട്ടെ. ആവശ്യമായ നടപടി പാർട്ടി സ്വീകരിക്കും. പത്മകുമാറിന്റെ അറസ്റ്റിൽ പ്രതികരിച്ച് വി ഗോവിന്ദൻ ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസവും ഇതിൽ ന്യായീകരണം വന്നു. പത്മകുമാർ CPM അംഗം മാത്രമാണ്. അന്വേഷണ റിപ്പോർട്ട് വന്നാൽ നടപടി. അന്വേഷണം നടത്തി പൂർത്തിയാകുന്നതോടുകൂടി ആരൊക്കെയാണോ ഉത്തരവാദികളെന്ന് മനസ്സിലാകും. അവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള പത്മകുമാർ ഉൾപ്പെടെയുള്ളവരുടെ നിലപാട് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാം. ഞങ്ങൾ ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതിൽ നിങ്ങൾക്കെന്താണ് പ്രശ്നം? ഇതാണ് മാധ്യമങ്ങളോട് അദ്ദേഹം ചോദിച്ചത്. അയാൾ ജനപ്രതിനിധി ഒന്നുമല്ലല്ലോ, CPMന്റെ മെമ്പറല്ലേ, ഇപ്പോൾ ജയിലിലല്ലേ ഉള്ളത്. പിന്നെ എന്തിനാണ് പുറത്താക്കേണ്ട കാര്യമുള്ളതെന്നാണ് വി ഗോവിന്ദൻ ചോദിക്കുന്നത്. വി ഗോവിന്ദൻ ആരെയാണ് മണ്ടന്മാരാക്കാൻ നോക്കുന്നതെന്നാണ് ഉയരുന്ന ചോദ്യം. പണ്ട് ഗോവിന്ദൻ മാസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ എന്തോ ബുദ്ധിബോധമുള്ള ആളാണെന്ന് കരുതി സെക്രട്ടറി ആയപ്പോഴാണ് യഥാർത്ഥ ബുദ്ധിബോധം വെളിയിലായത്. നമിച്ചു മാമ. ഇത്രയധികം മണ്ടന്മാരുള്ള പാർട്ടി തോൽപ്പിക്കാൻ UDFന് കഴിഞ്ഞില്ലെങ്കിൽ UDF അതിലും വലിയ തോൽവിയായിരിക്കും. ബാലൻസ് നഷ്ടപ്പെട്ട് മൂക്കും കുത്തി വീഴാൻ പോകുന്ന UDF പ്രവർത്തകർ എവിടെയെങ്കിലും പിടിച്ചൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ നോക്കുമ്പോൾ അവരെ ഇങ്ങനെ പരിഹസിക്കുന്നത് മോശമല്ലേ സഖാവേ? ഒന്നില്ലെങ്കിലും നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ? ഇതിലും വലിയ ന്യായീകരണം സ്വപ്നങ്ങളിൽ മാത്രം എന്തിങ്ങനെ പോകുന്നു? സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വി ഗോവിന്ദൻ കേരളത്തെ അടപടലം ചതിക്കുകയാണോ? ഈ കൊള്ളയുടെ പ്രഭവ സ്ഥാനം തെക്കാണെങ്കിലും വടക്കാണ് ഓപ്പറേഷൻ മുഴുവൻ നടക്കുന്നത്. അതാണ് അദ്ദേഹം മറച്ചു പിടിക്കുന്നത്. 9 നിലകളിലായി 32 സെന്റ് സ്ഥലത്ത് വ്യാപരിച്ചു കിടക്കുന്നതാണല്ലോ AKG സെന്റർ. 2 അവിടെ ഇരുത്താണ് സ്റ്റിയറിംഗ് പിടിക്കുന്നത്. കൊള്ള സംഘം കൈയടക്കിയ സ്വർണ്ണ പാളികളും ദ്വാരക പാലകരും കട്ടിളയും മല്ലയ്യ കൊടുത്ത സ്വിറ്റ്സർലാൻഡ് സ്വർണവും ക്ലാഡ് ചെയ്ത സ്വർണവും എല്ലാം തട്ടിയും മുട്ടിയും അമ്മാനമാടുകയായിരുന്നു ഇതുവരെ. അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കിയപ്പോഴാണ് വി ഗോവിന്ദന് ഹാലിളകിയതും. കോടികൾ വില വരുന്ന സ്വർണ്ണക്കൊള്ളയിൽ ഒന്നൊന്നായി പുറത്തായപ്പോഴാണ് ഇതിൽ പലതും മുക്കുബണ്ഡങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞത്. ഈ സ്വർണമെല്ലാം CPMന്റെ കൈവശമായിരുന്നു. ഇത്രയും കാലം തിരിമറി ആരും അറിഞ്ഞില്ല. ഇതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അതിനു വേറെ ആളെ നോക്കണമെന്നാണ് ജനം പറയുന്നത്. ഈ കൊടും തട്ടിപ്പിന് കൂട്ടുനിൽക്കുവാൻ ഭൂമുഖത്തുള്ള മുഴുവൻ രാഷ്ട്രീയ നേതാക്കളെ നിരത്തി നിർത്തിയാലും ഭക്തരെ കിട്ടില്ല. സത്യം വിളിച്ചു പറയുക തന്നെ ചെയ്യും. കാരണം ഇത് ഭഗവാന്റെ സ്വത്താണ്. എന്താണ് ശബരിമലയുടെ ചൈതന്യമെന്ന് ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് അത് തമാശയെ ഭക്തരടക്കമുള്ളവർക്ക് എടുക്കാനാകില്ല. ഇതെല്ലാം തമാശയാണെന്ന് കരുതുന്നവർക്ക് അങ്ങനെയാകാം. അയ്യപ്പന്റെ തരിമ്പ് സ്വർണം പോലും വിട്ടുകൊടുക്കില്ല എന്ന പഞ്ച് ഡയലോഗൊക്കെ വി ഗോവിന്ദൻ പലപ്പോഴും മാധ്യമങ്ങളിൽ ആഞ്ഞടിക്കാറുണ്ട്. ഇതൊക്കെ അപഹാസ്യമെന്നാണ് പറയുന്നത്. ദൈവതുല്യർ ചോദിച്ചാൽ അത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്ന് വ്യക്തമാക്കിയത് CPIM നേതാവല്ലേ? വി ഗോവിന്ദൻ കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറി ആരോടാണ് പിന്നെ അന്വേഷിക്കേണ്ടത്? വി ഗോവിന്ദൻ എല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കുകയാണ്. അദ്ദേഹത്തിന് പ്രത്യേക ലക്ഷ്യമുണ്ട്. തരിമ്പ് പോലും സ്വർണം അടിച്ചു മാറ്റുവാൻ എന്നത് വെറും വീർവാക്കാണ്. ഏതെങ്കിലും തരത്തിൽ ഗോവിന്ദന് എന്തോ ബന്ധം സ്വർണ്ണ ഇടപാടുമായി ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നു? തന്ത്രിയും ഗോവിന്ദനും ഒക്കെ പച്ച നുണകളാണ് പറയുന്നത്. തരിമ്പ് സ്വർണം പോലും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുവാൻ സ്വർണ്ണക്കട നടത്തുകയാണോ ഗോവിന്ദൻ? ഗോവിന്ദനോട് ആരും ചോദിച്ചില്ലല്ലോ എവിടെ സ്വർണമെന്ന്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മാധ്യമ പ്രവർത്തകരിൽ മികച്ചവരുണ്ടെങ്കിൽ അവരുടെ ജീവിതകാലത്തെ അപൂർവമായി വീണ് കിട്ടിയ സ്വർണ്ണക്കൊള്ളയുടെ ചുരുൾ നിവർത്തി കാണിക്കുകയാണ് ചെയ്യേണ്ടത്. എന്തൊക്കെയോ വശപിശക്കുകൾ മണക്കുകയാണ്. ഈ പാർട്ടി കുറച്ചു ദിവസം കൂടി നിലനിന്നാൽ കേരളം ഞെട്ടുന്ന സംഭവങ്ങൾ കേൾക്കുവാൻ ഇടവരും. സത്യം പുറത്തു കൊണ്ടുവരണമെങ്കിൽ പത്മകുമാറും കടകംപള്ളിയും മറ്റും മാപ്പ് സാക്ഷികളാണ്. എവിടെയും കണ്ണൂരുകാരന്റെ ഉച്ചിഷ്ടം തിന്നു കഴിഞ്ഞാളാമെന്ന് ആർക്കും വാക്കുകൊടുത്തിട്ടില്ല. ഇത് ലാസ്റ്റ് ബസ്സാണ്. ദൈവതുല്യർ എന്ന് പറയുമ്പോൾ എങ്ങനെ കേൾക്കാതിരിക്കുമെന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം സ്വബോധത്തോടെ പച്ച മനുഷ്യരോട് പത്മകുമാർ പറഞ്ഞിട്ട് എന്തേ നിങ്ങൾക്ക് ആർക്കും സത്യം മനസ്സിലാകുന്നില്ല എന്നാണ് അക്കമിട്ടുകൊണ്ട് ജനങ്ങൾ ചോദിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ UDF ഭരണകാലത്ത് നടന്ന തിരുവാഭരണ മോഷണ കേസ് തെളിയിക്കുവാൻ അന്നത്തെ അന്വേഷണത്തിന് കഴിഞ്ഞില്ലല്ലോ എന്നാണ് വി ഗോവിന്ദൻ തിരിച്ചടിക്കുന്നത്. തൃശൂർ പ്ലസ് ക്ലബിൽ വോട്ട് വൈബ് പരിപാടിക്കിടെയാണ് ശബരിമല സ്വർണ്ണ കവർച്ച സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത്. ശബരിമല കേസിൽ അന്വേഷണം ശരിയായ ദിശയിലാണ്. എന്നാൽ 1985 മോഷണം പോയ ഗുരുവായൂരിൽ തിരുവാഭരണം ഇതുവരെ കണ്ടെത്താനായില്ല.
1985 ഏപ്രിലിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിക്കപ്പെട്ടത്. കെ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. കോൺഗ്രസ് നേതാവ് PT മോഹനകൃഷ്ണനായിരുന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ. അന്വേഷണത്തിൽ മേൽശാന്തി കക്കാട് ദാമോദരൻ നമ്പൂതിരി, മകൻ ദേവദാസ് നമ്പൂതിരി എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇവരല്ല പ്രതികളെന്ന് പിന്നീട് തെളിഞ്ഞു. ഇവർ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു. 1993 ഒരു സ്വകാര്യ വാർത്താ ചാനൽ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് ജസ്റ്റിസ് കൃഷ്ണനുണ്ണി ചെയർമാനായി ജുഡീഷ്യൽ കമ്മീഷണറെ നിയോഗിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല. തിരുവാഭരണം കണ്ടെടുക്കാനുമായില്ല. ഇക്കാലത്തും UDF സർക്കാരാണ് കേരളം ഭരിച്ചത്. ഇതുപോലെയല്ല ശബരിമല കേസ് അന്വേഷണം. SIT അന്വേഷണം ശരിയായ രീതിയിലാണ്. ഉത്തരവാദികളെന്ന അന്വേഷണ സംഘം കണ്ടെത്തുന്നവർക്കെതിരെയെല്ലാം ശക്തമായ നടപടി കൈക്കൊള്ളും. ശബരിമലയിൽ SIT അന്വേഷണം വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് CPIM ആണ്. ശബരിമല അയ്യപ്പന്റെ ഒരു തരി പൊന്നുപോലും നഷ്ടപ്പെടരുതെന്നാണ് CPIM-ന്റെയും സർക്കാരിന്റെ നിലപാടെന്നുമാണ് MV ഗോവിന്ദൻ പറയുന്നത്. കൂടാതെ രാഹുലിന്റെ രാജി കേരളം ഒന്നടങ്കം ആവശ്യപ്പെടുന്നതാണ്. അതിൽ താൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. രാഹുലിനെതിരെ ഇനിയും പരാതികൾ വരും. നിരവധി പരാതികൾ രാഹുലിനെതിരെ കിട്ടിയെന്ന് നിരവധി കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. 9 അതിജീവിതമാരുടെ പരാതികൾ KPCCക്ക് കിട്ടി എന്നാണ് അറിഞ്ഞതെന്നും MV ഗോവിന്ദൻ പറയുന്നു. രാഹുൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും പോലീസ് പിടികൂടും. ഇതുവരെ പിടികൂടാതിരുന്നത് കോൺഗ്രസ് സംരക്ഷണയിലായിരുന്നതിനാലാണ്. ഇനിയും സംരക്ഷണം ലഭിച്ചാൽ പിടികൂടാൻ കുറച്ചുകൂടി താമസിക്കുമായിരിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. മുകേഷിനെതിരായ ആരോപണങ്ങൾക്കെതിരെയുള്ള ചോദ്യങ്ങൾക്കും MV ഗോവിന്ദൻ മറുപടി പറഞ്ഞു. മുകേഷ് CPIM-ന്റെ അംഗമോ ഒരു ബ്രാഞ്ച് മെമ്പർ പോലുമല്ല. അങ്ങനെയുള്ള ഒരാൾക്കെതിരെ എങ്ങനെ നടപടിയെടുക്കും? കോടതിയുടെ പരിഗണനയിലാണ് മുകേഷിനെതിരായ കേസ്. മുകേഷ് അന്നും ഇന്നും പാർട്ടി അംഗമല്ല. മുകേഷ് വിഷയത്തിൽ പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കേസിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിക്കുന്നതെന്നുമാണ് MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തത്.